ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഒരു പ്രവചനത്തിനും അടുത്തെത്താൻ കഴിയാതിരുന്ന അസാധാരണ ജയം സ്വന്തമാക്കി കഴിഞ്ഞു ബീഹാറിലെ NDA. ഇരട്ട എഞ്ചിൻ സർക്കാരിന് ഇരട്ട സെഞ്ചുറി തികച്ചൊരു വിജയം. ഒളിച്ചുവെക്കാൻ കഴിയാത്തത്ര പ്രകടമായ പട്ടിണിയും വിശന്ന വയറുകളും നിരക്ഷരതയും ബാലവേലയും അസൗകര്യങ്ങളും തെരുവിലെ ദുരിതങ്ങളുമൊന്നും വോട്ടെടുപ്പ് യന്ത്രത്തിൽ പ്രതിഫലിച്ചില്ല എന്നത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് കനം നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ഹരിയാനയിലെയും മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും കണക്കുകൾക്ക് ഇന്നേ വരെ കൃത്യമായൊരു ഉത്തരം കിട്ടിയിട്ടുമില്ല. തീവ്ര വോട്ടപ്പട്ടിക പരിഷ്കരണം ഏറ്റവും അധികം ബാധിച്ച സീമാഞ്ചൽ മഗധ പ്രദേശങ്ങൾ തങ്ങളുടേതായി ഉറപ്പിച്ചിട്ടുണ്ട് NDA. ഇനി പേരുപോലെ മഹാപതനത്തിലേക്ക് പോയ മഹാസഖ്യം. പത്രിക കൊടുക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും തമ്മിൽ തല്ലുമ്പോൾ, ഒന്നിച്ചു നിൽക്കേണ്ടവർ ഓരോരുത്തരായി സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ, അടിസ്ഥാന വിഭാഗത്തിന്റെ വിശ്വാസം നേടിയെടുക്കാൻ ക്ഷേമ രാഷ്ട്രീയത്തിനു മുകളിൽ തങ്ങളുടെ രാഷ്ട്രീയം പറയാതിരിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ആ ജനത നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കില്ലെന്ന്. കടപുഴകിയോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും KP നൌഷാദ് അലി, CPM നിന്നും ഡോക്ടർ V ശിവദാസൻ MP, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ്, മാധ്യമപ്രവർത്തകൻ അരുൺ ലക്ഷ്മൺ IANS അസോസിയേറ്റ് എഡിറ്ററാണ്. ഇത്രയും പേരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ കോൺഗ്രസിന്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. ശ്രീ KP നൌഷാദ് അലി, എങ്ങനെ ഇത്ര കനത്ത പരാജയം? ഇത് ലിറ്ററലി ഇതൊരു പരാജയമാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, വളരെ ചെറിയ സീറ്റുകളിൽ ഒതുങ്ങുന്നു. തീർച്ചയായിട്ടും അതൊരു പരാജയം തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു പരാജയം നേരിടുമ്പോൾ അത് BJP ഇത്രക്കൊരു ഓവർഡോസിൽ ഇങ്ങനെ ഒരു കൃത്രിമം കാണിക്കുമ്പോൾ, അത് 200 കടന്ന് അവരുടെ വിജയം എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയും യുക്തിയും സംഘപരിവാറിനെ പണയപ്പെടുത്താത്ത മുഴുവൻ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലേക്ക് കണ്ണുകൾ പായിക്കുകയാണ്. കാരണം 65 ലക്ഷത്തോളം വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടൊരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന വോട്ടുകളിൽ 90% അത് RJD കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുമായിരുന്ന അല്ലെങ്കിൽ ലഭിക്കേണ്ട വോട്ടുകളാണ്. ഇത് തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മരണമണിയാണ്. ഇവിടെ BJP മാത്രം ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ഇവിടെ റഷ്യയെപ്പോലെ അല്ലെങ്കിൽ ചൈനയെപ്പോലെ മറ്റ് പല രാജ്യങ്ങളെയും പോലെ പേരിന് ജനാധിപത്യം, നിരന്തര വിജയങ്ങൾ ഇത്തരത്തിൽ കൃത്രിമങ്ങളിലൂടെ എന്ന മട്ടിൽ ഒരു പുതിയ വ്യവസ്ഥിതി ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളൊക്കെ നീതിബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അസ്തമിക്കുകയാണ്. ഇത് കോൺഗ്രസ്സുകാരെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, RJDക്കാരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഈ രാജ്യത്തെ ഇതിൻ്റെ ഒരു മൗലികതയിലും ഇതിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളിലും ധാരയിലും ഒക്കെ വിശ്വാസമുള്ള സകല പരിഷ്കൃത പുരോഗമന ചിന്തയുള്ള പൗരനെയും ബാധിക്കുന്ന വലിയ വിഷയമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പിൽ ഓരോ സ്ത്രീ വോട്ടറുടെ കയ്യിലും ആധികാരികമായി നിയമപരമായി 10,000 രൂപ വോട്ടിന് കൂലി എന്ന കണക്ക് കൊടുക്കാൻ അവസരം കിട്ടുന്ന ഒരു സർക്കാർ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നിർനിമേഷരായിട്ട് അതിനെ പച്ചപ്പരവതാനി വിരിക്കുകയാണ്. പിന്നെ മോദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായിട്ട് അവർ 2014 അധികാരത്തിലേറിയത് തൊട്ടിത്തരം രീതികളാണ് നടത്തിപ്പോരുന്നത്. കാരണം 2015 തന്നെ അവർ കൊളീജിയൊക്കെ റദ്ദാക്കിയിട്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കാനൊക്കെ പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന 2 പേരെയൊക്കെ ചുമതലപ്പെടുത്തി. പിന്നെ അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. അത് തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാനെ നിശ്ചയിക്കാനുള്ള കമ്മിറ്റിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിയമിക്കുന്ന ഒരു ക്യാബിനറ്റ് അംഗത്തെ വെച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ, കമ്മീഷൻ്റെ ചട്ടങ്ങൾ മുഴുവൻ ഭേദഗതി ചെയ്തു. 2024 ഡിസംബറിലും 2025 ഓഗസ്റ്റിലും ഒക്കെ ആയിട്ട് നടന്ന പരിഷ്കരണങ്ങൾ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതാണ്. കാരണം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റുന്നു. ഘടകങ്ങളൊക്കെ അവിടെയുണ്ട്, സമ്മതിക്കുന്നു. ഈ ഘടകങ്ങൾ അവിടെയുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഈ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക്
കൊടുക്കാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപാണ്. അങ്ങ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാവുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമല്ല, തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപാണ് ആ തീരുമാനത്തിലേക്ക് വരുന്നത്. അതിൽ കൃത്യമായൊരു പദ്ധതിയുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ ആ പദ്ധതി കേന്ദ്രത്തിൽ ഭരണത്തിലുള്ളപ്പോൾ അതിനുള്ള പണം അവിടെയുണ്ട്, ഒഴുക്കാൻ സാധിക്കും, അതിനിടയ്ക്കുള്ള പദ്ധതികൾ അവർ കൊണ്ടുവരും, ആ നിലയ്ക്ക് വോട്ട് പിടിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ പരാജയത്തിന് അത് മാത്രമാണോ കാരണം? നിങ്ങൾ എത്രത്തോളം ആത്മപരിശോധന നടത്തി? നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടായിരുന്നു? കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടത് ഒരു തിരിച്ചടിയായിട്ടുണ്ടോ? 19-ൽ നിന്നും 4-ലേക്ക് ചുരുങ്ങുമ്പോൾ ഈ പറയുന്ന BJPയുമായി ബന്ധപ്പെട്ട അവരുടെ തന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുള്ള തന്ത്രങ്ങൾ, അത് മാത്രമാണോ കാരണം? ആത്മപരിശോധനയിൽ തെളിയുന്നത് എന്താണ്? അല്ല, ഇവിടെ പിന്നെ സ്മൃതി, ഇത് കോൺഗ്രസ് ആയാലും RJD ഒക്കെ ആയാലും എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതികളിൽ തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. അതിനകത്ത് തർക്കങ്ങൾ വരും, അഭിപ്രായ ഭിന്നതകൾ വരും. അതൊക്കെ ആ ഒരു സഹജമായൊരു സ്വഭാവം പോലെ അനുവർത്തിച്ചു പോരുന്നൊരു കാര്യങ്ങളാണ്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മുമ്പ് ഉള്ള സാഹചര്യങ്ങളിൽ നിന്നുകൂടി വിഭിന്നമായിട്ട് ഒരു പൂർവാധികം ശക്തിമത്തായ ഒരു ഐക്യവും ചേർന്ന് നിൽക്കലും ഒക്കെ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇത് വിളിച്ചോതുകയാണ്. കാരണം ഇവിടെ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ എന്ന മട്ടിലാണ് ഇനി കോൺഗ്രസും പിന്നെ ഇന്ത്യ മുന്നണി കക്ഷികളൊക്കെ തമ്മിൽ തർക്കിച്ചാൽ അതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്നൊരു ഉപമ, പാമ്പിൻ്റെ വായിലാകപ്പെട്ട തവളയാണ്. അത് ഭക്ഷണം തിരഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഈ പാമ്പിനെ പിളർത്തി പുറത്തു വരിക എന്നുള്ളതാണ് വളരെ ശ്രമകരമായ ദൗത്യം. ഈ രാജ്യത്തിൻ്റെ എല്ലാ ഏകകങ്ങളും എല്ലാ പിന്നെ നീതിയുടെ തുലാസുകളുമൊക്കെ ഏകപക്ഷീയമായി മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വലിയ മാൽ പ്രാക്ടീസിന്റെ പുറത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അതിപ്പോൾ ബീഹാറിന്റെ പശ്ചാത്തലത്തിലാണോ? അതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണല്ലോ KP നൗഷാദ് അലി, SIR-മായി ബന്ധപ്പെട്ട നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച കാര്യങ്ങൾ, വോട്ടർ അധികാർ യാത്ര കടന്നുപോയ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട തിരിച്ചടികൾ, ഇത് നൽകുന്ന പാഠം എന്താണ്? നിങ്ങൾ പറഞ്ഞത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നാണോ? അതല്ല മറ്റൊരു തന്ത്രത്തിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ടെന്നാണോ? നിങ്ങൾക്ക് RJD-യുമായി പോലും ഐക്യമുണ്ടായിരുന്നില്ല. പരസ്പരം മത്സരിച്ച 11 ഇടങ്ങളുണ്ടായിരുന്നു, 11 മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇവിടെ സ്മൃതി, ഈ കാണുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ നോക്കുക. അവിടെ ഞാനൊരു 10-40ഓളം മണ്ഡലങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെയൊക്കെ പിന്നെ ഒഴിവാക്കപ്പെട്ട വോട്ടുകളുടെ എണ്ണത്തെക്കാൾ കുറവ് ഭൂരിപക്ഷം BJPക്കും ജനതാദൾ യുവിനും കിട്ടിയ പിന്നെ 10-40ഓളം മണ്ഡലങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ്, 65 ലക്ഷം വോട്ടർമാരെ മാറ്റിയിട്ടൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളമായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക. കേരളത്തിലെ 2-2.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് LDF UDF ഒക്കെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആവുന്നത്. ഇപ്പോൾ ഇവിടെ SIR നടക്കുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലാണ് SIR നടക്കുന്നത്. ഇവിടെ ഒരു 15-20 ലക്ഷം ആളുകൾ ബീഹാറിന് ആനുപാതികമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ടാൽ 2-2.5 ലക്ഷത്തിൻ്റെ മാർജിനിൽ വിജയാപജയങ്ങൾ സംഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത്രയും വോട്ടുകൾ മാറ്റപ്പെട്ടാൽ പിന്നെ ഇവിടെ എന്താണ് നടക്കുക എന്നുള്ളത് പ്രവചനാതീതമാണ്. ഇവിടെ എനിക്കിത് കേൾക്കുന്ന എല്ലാ പിന്നെ മതേതര ജനാധിപത്യ ബോധമുള്ള മനുഷ്യരോടും പറയാനുള്ളത്, ഈ പറഞ്ഞ ഇലക്ടറൽ റോളിൽ വീണ്ടും തിരിച്ചു കയറാനുള്ള ബാധ്യത അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ പൗരാവകാശങ്ങൾ ഏവരും ഭദ്രമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പിന്നെ വഞ്ചനയും കാപട്യവുമായിട്ട് വരുന്ന BJPയെ നേരിടാൻ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറേണ്ടതുണ്ട്. അത്തരത്തില് വലിയൊരു ഫാസിസ്റ്റ് വിരുദ്ധ ദൗത്യമാണ്. ഇനി എപ്പോഴാണ് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇനി എപ്പോഴാണ്? ബീഹാർ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ തന്നെ ബോധ്യപ്പെട്ട് നിങ്ങൾ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ V. ശിവദാസൻ, CPM-ഉം 2-ൽ നിന്ന് 1 ചുരുങ്ങി, CPI-ML-ഉം 12-ൽ നിന്നും ചുരുങ്ങി. അപ്പോൾ ഇടത് കോട്ടകളിലും വിള്ളൽ വീണിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ എങ്ങനെയാണ് CPM വിലയിരുത്തുന്നത്? കോൺഗ്രസ് പറയുന്ന, RJD പറയുന്ന SIR എന്ന ഒരു വിഷയം അതൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയെന്ന് സംശയിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാർ ജനതയും തമ്മിലുള്ള പോരാട്ടം എന്നാണ് അതിനെ കോൺഗ്രസ് വിശേഷിപ്പിച്ചത്. അതിനോട് യോജിക്കുന്നുണ്ടോ CPM? ബീഹാറിലെ വോട്ടർമാരിൽ നല്ലൊരു പങ്കിന് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടൊരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ബീഹാറിനെ എന്ത് വില കൊടുത്തും വരുതിയിലാക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിൻ്റെയും ആ മുന്നണി NDA പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. അതിനുവേണ്ടി RSSൻ്റെ
10,000കണക്കായിട്ടുള്ള വളണ്ടിയർമാർ RSSൻ്റെ ചിലവിൽ അവർ നൽകിയ പണത്തിൽ അവിടെ തമ്പടിക്കുകയും തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെല്ലാം BJPയെ വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ ആഴമേറിയ ഗവേഷണം നടത്തി പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എല്ലാ ഭരണ സംവിധാനങ്ങളെയും BJPയും BJPയുടെ സഖ്യകക്ഷികളും ഉപയോഗപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അവരുടെ വരുതിയിലായിരുന്നു. BJP ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ കോഡ് ഓഫ് കോണ്ടക്ട് എല്ലാം ലംഘിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ, ഇടപെടലുകൾ നടത്തിയപ്പോൾ യാതൊരു നിലയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനൊപ്പം നാം കാണേണ്ടുന്ന വിശ്വാസ നിതീഷ് കുമാറും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും. നേരത്തെ നിതീഷ് കുമാർ നരേന്ദ്രമോദിയെ ബീഹാറിൽ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നും നരേന്ദ്രമോദി ഗുജറാത്തിലെ വംശഹത്യയുടെ ഏറ്റവും വലിയ ബിംബമാണ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തോടൊപ്പം സ്റ്റേജ് പങ്കിടില്ലെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ. ഈ നിതീഷ് കുമാർ വൈരുദ്ധ്യങ്ങളുടെ വലിയൊരു തുകയാണ്. ആ നിതീഷ് കുമാറിനെ പല നിലയിൽ അധികാരം ഉപയോഗിച്ച് മറ്റു പല നിലയിൽ സ്വാധീനം ചെലുത്തിയാണ് NDAയുടെ ഭാഗമാക്കിയിട്ട് നരേന്ദ്രമോദി മാറ്റിത്തീർത്തിട്ടുള്ളത്. ആ നരേന്ദ്രമോദിയുടെ ഈ നിലയിലുള്ള ഭരണത്തെ, അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കീഴ്പ്പെടുത്തൽ, അത് വലിയ നിലയിൽ ബീഹാറിലെ രാഷ്ട്രീയത്തിൽ ഒരു BJPക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി രൂപപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഒരുപാട് വോട്ടർമാർ പുറത്താക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ SIRന് വിരുദ്ധമായൊരു നിലപാട് CPMനുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആളുകൾക്ക് വോട്ട് നിഷേധിക്കപ്പെടുകയും അതിനൊപ്പം തന്നെ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള, അവർ ഒരുക്കി കൊടുത്തിട്ടുള്ള ട്രെയിൻ, അവരൊരുക്കി കൊടുത്തിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ, ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ സംവിധാനത്തിലൂടെ അവർക്ക് പല നിലയിൽ ആളുകളെ വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. SIRനെ കുറിച്ച് നമുക്കെല്ലാം വ്യക്തമായിട്ടുള്ള, സുവ്യക്തമായിട്ടുള്ള നിലപാടുള്ളതും അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP അവരുടെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് OICയെയാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം വർഗീയതയുടെ, ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നായിട്ടാണ് ഇപ്പോൾ OIC ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്നത്. മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കാനും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മതനിരപേക്ഷ കക്ഷികൾക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി BJP സ്പോൺസേഡ് വർഗീയ പ്രചാരകനാണ് OIC. ആ OICയെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP RSS വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയുണ്ടായി. OICക്ക് കൊടുക്കുന്ന സംരക്ഷണം, OICക്ക് കൊടുക്കുന്ന പിന്തുണ, OICയുടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമം, ഇതൊക്കെ നാം കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് OICയെ BJPയെ ജയിപ്പിക്കുന്നതിനുള്ള ഒരു ടൂളായി RSSും BJPയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. OIC നടത്തിയ പ്രസംഗങ്ങൾ, OICയുടെ സ്ഥാനാർത്ഥികൾ, അവർ മതനിരപേക്ഷ കക്ഷികളെ ദുർബലപ്പെടുത്താനും മതനിരപേക്ഷ കക്ഷികൾക്ക് വോട്ട് ചെയ്യേണ്ടുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനവിഭാഗത്തെ അതിൽ നിന്ന് അടർത്തി മാറ്റി BJPക്ക് വഴിയൊരുക്കി കൊടുക്കുന്നതിനുള്ള ശ്രമം OICയുടെ നേതൃത്വം നടന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. ഇനി മൂന്നാമതായിട്ട് നാം ബീഹാർ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ കാണേണ്ടുന്ന ഒരു കാര്യം, 2010 തെരഞ്ഞെടുപ്പിൽ RJDക്ക് നമ്മുടെ തേജസ്വി യാദവിൻ്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ട്, ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ടും സീറ്റും എന്നുള്ളത് കേവലം 22 സീറ്റും വോട്ടിംഗ് ശതമാനം എന്നുള്ളത് അവർക്ക് ഇന്ന് കിട്ടിയതിനേക്കാൾ വളരെയേറെ കുറവുമായിരുന്നു. എന്നാൽ 2010 നിന്ന് തുടർന്ന് വന്ന വർഷങ്ങളിൽ വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നാം പിന്നീട് കാണുകയുണ്ടായി. ഇപ്പോൾ 2025 തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് തേജസ്വി യാദവിൻ്റെ പാർട്ടി അത് ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം നേടിയിട്ടുള്ള പാർട്ടികളിൽ ഒന്നായി നിൽക്കുകയാണ്. നേരത്തെ വന്നിട്ടുള്ള കണക്കിൽ 22.81%. അതുപോലെ അതെ, അവർക്ക് ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തെക്കാളും അതുപോലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ശതമാനത്തെക്കാളും ഉയർന്ന വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യണം. അപ്പോൾ വോട്ടിൻ്റെ ശതമാനത്തിൽ ഒരു പിടിച്ചു നിൽക്കൽ ഉണ്ടായി എന്നുള്ളത് കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. എന്നാൽ സീറ്റിലുണ്ടായിട്ടുള്ള വലിയ നിലയിലുള്ള പിറകോട്ട് പോക്ക്, മതനിരപേക്ഷ കക്ഷികൾക്ക് ആകെ ഉണ്ടായിട്ടുള്ള പിറകോട്ട് പോക്ക്
വലിയ പ്രയാസം സൃഷ്ടിക്കുന്നത് കൂടിയാണ് എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ കാണേണ്ടുന്ന കാര്യം. ഇതിലൊന്ന്, അവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ പിൻഗാമിയായി ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള തേജസ്വി യാദവിൻ്റെ പാർട്ടിയും ഈ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാവരും. ശരി, ഞാൻ അവിടെ മാധ്യമപ്രവർത്തകൻ അരുൺ ലക്ഷ്മണിലേക്കാണ്. ശ്രീ അരുൺ ലക്ഷ്മൺ, ഇപ്പോൾ മോദിയുടെ വിജയപ്രസംഗം പുരോഗമിക്കുമ്പോൾ സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ട് അവർക്കുള്ള നന്ദി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സ്ത്രീകൾക്കായി പദ്ധതിയുണ്ട്. സ്ത്രീകൾക്കായി 10,000 രൂപ 2 മാസം മുൻപ് തന്നെ അക്കൗണ്ടിൽ വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. അത് ആ രീതിയിൽ വലിയ രീതിയിൽ സ്ത്രീ വോട്ടർമാരുടെ ടേൺ ഔട്ടും ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അത് പൂർണ്ണമായും ലഭിച്ചു എന്നുള്ള ആത്മവിശ്വാസം. യുവാക്കളെ സംബന്ധിച്ച് 99,000 യുവാക്കളെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തു ചെയ്തു എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു എല്ലാം നടപ്പാക്കി എന്ന രൂപത്തിൽ പറയുന്നു, പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് ആ രൂപത്തിൽ എത്തുന്നത്, അത് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നത്? എന്താണ് ഈ തന്ത്രം? അല്ല, BJP അല്ലെങ്കിൽ ഇന്ത്യയെ ബീഹാറിൽ വളരെ കൃത്യമായിട്ട് ഗ്രാസ് റൂട്ടിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഈ ഗ്രാസ് റൂട്ട് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഒരു സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ നേരത്തെ എന്താ പറയാ, മുസ്ലിം ദളിത് ഒരു കോമ്പിനേഷൻ ആയിരുന്നു RJDയുടെ ഒരു പ്ലാങ്ക്. പക്ഷെ അത് മാറ്റി മഹിള യൂത്ത് എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് BJP അല്ലെങ്കിൽ NDA കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നിതീഷ് കുമാർ, സുശാസൻ ബാബു എന്നാണ് ബീഹാറിൽ വിളിക്കുക. എനിക്കറിയില്ല, സ്മൃതിക്ക് അറിയാവുന്ന, പണ്ട് 1992-2005 ആയിരുന്നു RJDയുടെ ലാലു പ്രസാദ് യാദവിന്റെ റിജൈൻ, അല്ലെങ്കിൽ ലാലു പ്രസാദ് രാബ്രി ദേവി ആ റൂളിന്റെ കാലത്ത് ജംഗിൾ രാജ് എന്നാണ് ആ കാലത്തിലെ പറഞ്ഞിട്ടുള്ളത്. അത് പബ്ലിക് പറഞ്ഞതല്ല, പറ്റ്ന ഹൈക്കോടതി തന്നെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിൽ പറഞ്ഞൊരു കമന്റ് ആയിരുന്നു ജംഗിൾ രാജ്. ആ സാധനം പിന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഏറ്റെടുക്കുകയും, അതായത് RJDയുടെ ഓപ്പോസിംഗ് പാർട്ടീസ് ഏറ്റെടുക്കുകയും ആ സാധനം ഇപ്പം ഈ ക്യാമ്പയിനിൽ പോലും ഏറ്റവും വലിയ ഒരു സ്ലാങ് BJP NDA ഉപയോഗിച്ചത് ജംഗിൾ രാജ് ആയിരുന്നു. ആ ടേം ഇന്നിപ്പം ട്വിറ്ററിൽ, അതായത് എക്സിൽ ഏറ്റവും അധികം ട്രെൻഡ് ചെയ്യുന്ന സാധനം അതാണ്. 90s യൂത്ത് പറയുന്നത്, ഞങ്ങൾ 90s ജനറേഷൻ, അവർ ഞങ്ങൾക്ക് 6 വയസ്സിൽ പോലെ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നിരുന്നു ആ ജംഗിൾ രാജിന്റെ കാലത്ത്. റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 3 മണിക്ക് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത വീടായാൽ പോലും വീട്ടുകാർ വരണ്ട, രാവിലെ നേരം പൊളന്നിട്ട് വന്നാൽ മതി എന്ന് പറയും. ഈ കാര്യങ്ങൾ ഇപ്പം ട്വിറ്ററിൽ ആഘോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് യൂത്ത്. അന്നത്തെ 90s കുട്ടികൾ, അവര് ജെൻസെഡില് ഈ സാധനം, ഈ ജംഗിൾ രാജ് തിരിച്ചു വരാതിരിക്കട്ടെ. അപ്പൊ ആ ഒരു സംഭവത്തിന്റെ മുകളിലാണ് BJP അല്ലെങ്കിൽ NDA കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ ധാരാളം വർക്ക് ചെയ്ത് 1.8 lakh ജീവിക ദീദീസ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളെയും കുട്ടികളെയും അല്ലെ ഏറ്റവും അധികം സ്ത്രീകളെ ബൂത്തുകളിൽ എത്തിക്കാനും ആ ഒരു കാര്യം കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ NDAന്റെ ഒരു ഗ്രാസ് റൂട്ടിൽ ഔട്ട്റീച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസിന്റെ സാധനം അവര് പബ്ലിക്കിലേക്ക് എത്തിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഗുഡ് ഗവേണൻസ് എത്രത്തോളം യാഥാർത്ഥ്യമാണ് ശ്രീ അരുൺ ലക്ഷ്മൺ? നഗരങ്ങളിൽ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടാകാം, പക്ഷേ ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര ദയനീയമാണ് സ്ഥിതി. ഈ പരമദരിദ്രർക്ക് പെട്ടെന്ന് 10,000 രൂപ കിട്ടുമ്പോൾ അതിന്റെ കണ്ണു തള്ളിപ്പോകുന്നുണ്ടാകാം. അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് വാങ്ങുക എന്ന് പറയുമ്പോൾ നിയമപരമായി തെറ്റല്ലായിരിക്കാം, നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതൊരു രീതിയായി പടരുകയാണ്. കേന്ദ്രം ഭരണത്തിലാണ്, കേന്ദ്ര ഭരണം BJPക്കാണ്. ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ 67,928 കോടിയാണ് ചെലവഴിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മാത്രം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്കായി. അപ്പോൾ അതിന് ഫണ്ടുണ്ട്, അത് പ്രതിപക്ഷത്തിനുണ്ടാകില്ല. ശ്രീ അരുൺ ലക്ഷ്മൺ, അല്ല, നേരത്തെ ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ഫ്രീബീസ് ധാരാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ചില സമയത്ത് ഇതൊക്കെ കൊടുക്കും, ഫ്രീബീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും ഇതിന്റെ ഒരു കൗണ്ടർ നെറേറ്റീവ് കോൺഗ്രസ് അടക്കമുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ മഹാഗഡ്ബന്ധന്റെ ഒരു നെറേറ്റീവ് ഉണ്ടാവണ്ടേ. ആ നെറേറ്റീവിന് പകരം അവർ എന്ത് ഗ്രൗണ്ടിൽ ചെയ്തു, അവരുടെ ഇപ്പം ബീഹാറിൽ പോയ ആളുകൾ, അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ അവിടെ ഒരുപാട് സമയം പോയിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്യണം. 1992-2005 ആ കാലഘട്ടത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യസ്തമുണ്ട്, സത്യമായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പം പക്ഷെ ഗ്രാമങ്ങളിൽ, ബീഹാറിലെ ഗ്രാമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ എന്തുകൊണ്ടാണ് ഈ കൗണ്ടർ നെറേറ്റീവ് കോൺഗ്രസിന് ആ സാധനം ഗ്രൗണ്ടിൽ പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ RJDക്ക് അത് പറയാൻ പറ്റാത്തത്? ഈ സാധനമായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് എന്റെ ഒരു പൂർണ്ണമായ ബോധ്യം ഇപ്പോഴും. അതുപോലെ കോൺഗ്രസ് അവരുടെ മഹാഗഡ്ബന്ധൻ ആക്ട് പ്രോപ്പറായിട്ട് പൊട്ടുകയറിയാൻ പറ്റിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് അവിടെ പോയ
ഞങ്ങളുടെ ബ്യൂറോ ഡൽഹി ബ്യൂറോ ബീഹാർ ബ്യൂറോ എന്നൊക്കെ പോയാൽ അവർ പറയുന്നത് വെച്ചാൽ താഴെത്തട്ടില് കോൺഗ്രസിന്റെ ഗ്രാസ് റൂട്ട് വർക്ക് തീരെ നന്നായിട്ടുണ്ടായിരുന്നില്ല, അല്ലെ മഹാഗഡ്ബന്ധന്റെ ആ സാധനം ഇവർ കൃത്യമായി ക്യാപ്ചർ ചെയ്തു. വിനോദ് താവ്ഡെ പോലത്തെ ഒരു നാഷണൽ ലീഡർ, BJP നാഷണൽ ജനറൽ സെക്രട്ടറി, അവർ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 300ഓളം ആളുകൾ ഇറങ്ങിയ ഒരു എന്താ പറയാ വാർ റൂം. ആ വാർ റൂം എന്ന് എവറി 24 hours അപ്ഡേറ്റ് ഉണ്ടായിരുന്നു സെൻട്രലൈസ് സ്ഥലത്ത്. എന്താണ് ന്യൂനതകളുള്ളത്, എവിടെ വോട്ട് ചെയ്യില്ല, ആ വോട്ടിംഗ് ഡേ പോലും ആ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു മേജർ ഫാക്ടർ. മറ്റുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ആ സാധനം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ധാരാളം സ്ത്രീകൾ ഈ ഇലക്ഷന് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഈ കൗണ്ടർ നറേറ്റീവ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രീ ദാമോദർ പ്രസാദ്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ പ്രസക്തിയുണ്ടോ എന്ന രൂപത്തിൽ പോലും ചിലർ സംസാരിക്കുന്നുണ്ട്. കാരണം ഇനി ഇവരെ ജയിക്കുള്ളൂ. ഇപ്പോൾ പറയുന്ന കേട്ടില്ലേ, ജംഗിൾ രാജ് ഇനി വരികയില്ല എന്ന് പറയുമ്പോഴും ഇനി ഞങ്ങൾ തന്നെയാണ് വിജയിക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസത്തിന് ഉതകുന്ന കാര്യങ്ങൾ ചെയ്തു വച്ച ശേഷമാണ് ഈ ആത്മവിശ്വാസം. കെട്ടുറപ്പോടുകൂടി മുന്നണി പ്രവർത്തിച്ചു എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാറാണോ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ അത് പിന്നീട് തീരുമാനിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ നിതീഷ് കുമാറിനുണ്ടായ വിഷമം അത് പിന്നീട് മോദി തന്നെ ചെന്ന് പരിഹരിക്കുന്നു. അപ്പോൾ പരിഹരിച്ചു പോവുകയായിരുന്നു. അപ്പുറത്ത് അങ്ങനെ പരിഹരിക്കപ്പെടാതെ കുറേ വിഷയങ്ങൾ കിടക്കുകയും പരിഹരിക്കപ്പെടാതെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമായി ഉന്നയിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാർ ജനതയും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ അത് മാത്രമാണോ ഘടകം? ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കേട്ടു. എനിക്ക് തോന്നുന്നു BJPയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി വളരെ നമ്മൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണമല്ലോ. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കുതന്ത്രങ്ങളും അവർ നടപ്പാക്കുന്നൊപ്പം തന്നെ അവരിപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക നിതീഷിന് ശേഷമുള്ള ബീഹാർ എന്തായിരിക്കണം, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് BJPക്ക് അപ്രമാദിത്വം ഉണ്ടാകുന്ന രാഷ്ട്രീയമായിരിക്കും അവർ ഇന്ന് മുതൽ ആലോചിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വളരെ മുമ്പേ തന്നെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ദീർഘവീക്ഷണത്തോടെ പെരുമാറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു മാക്കിയവേലിയൻ സ്വഭാവമുള്ള രാഷ്ട്രീയ സ്വഭാവമുള്ള അതിൻ്റെ നീക്കങ്ങൾ, ചാണക്യ എന്ന് നമുക്ക് ഇന്ത്യൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ സംവിധാനത്തോടാണ് ഈ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ നേരിടുന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരിയാണ്. ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് എക്സ്പ്ലനേഷൻസ്, അതായത് നൗഷദ് അലിയും അതുപോലെ തന്നെ ശിവദാസും പറഞ്ഞ സ്റ്റാൻഡേർഡ് എക്സ്പ്ലനേഷൻസ് ഒക്കെ സംഗതമാണ്, ഇവിടെ പ്രസക്തമാണ്. കാര്യം SIR ആയി ബന്ധപ്പെട്ട് ദീപാങ്കർ ഭട്ടാചാര്യ വേറെ പ്രശ്നം ഉന്നയിച്ചിരുന്നു. കാര്യം മഗധ ഏരിയയിൽ അതേ വോട്ടർമാരെ ചേർത്തും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ ആ വോട്ടർമാരുന്നു. പക്ഷേ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യം ഈ വോട്ടർ ടേൺഔട്ട് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. നമ്മളിതൊക്കെ പറയുമ്പോഴും സ്ത്രീകളുടെ വോട്ടർ ടേൺഔട്ട് വന്നു. അവിടെ നടപ്പാക്കിയൊരു തന്ത്രം എന്ന് പറയുന്നത് ഈ 10,000 രൂപ സ്ത്രീകൾക്ക് എത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് സ്മൃതി പറഞ്ഞ ചെറിയ കറക്ഷനുണ്ട്. കാര്യം മനോജ് ജാ കേസ് കൊടുത്തിട്ടുണ്ട്, രാജ്യസഭ MP, നമ്മുടെ RJയുടെ രാജ്യസഭ MP കേസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഇലക്ഷൻ കമ്മീഷനെതിരെ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് പണം എത്തിയത്. സെക്കൻഡ് ഫേസ് തുടങ്ങുന്ന സമയത്താണ് പല ആൾക്കാർക്കും ആ പൈസ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതിന് ഒരു ശാസ്ത്രീയമായ രീതിയിലൊക്കെ അവലംബിച്ചിട്ടുണ്ട്. ഇവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വേറൊരു കാര്യം കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നരേന്ദ്രമോദി പറഞ്ഞ കാര്യം MY മുസ്ലിം യാദവ് കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞതിന് പകരം മഹിള യുവ എന്ന് പറയുന്ന സമയത്ത് ഈ കമ്മ്യൂണൽ ക്യാമ്പയിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. അതാണ് ഇപ്പോൾ ചാട്ടിൻ്റെ കാര്യം പറയുന്നത്. ചാട്ട് പൂജയെ ബന്ധപ്പെട്ട് അതിനെ കമ്മ്യൂണൽ വലിച്ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ BJP അതിൻ്റെ BJP എപ്പോഴും ഉന്നയിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ക്യാമ്പയിനുകൾ ആസൂത്രിതമായി നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായകൻ്റെ അവകാശം എന്നുള്ളൊരു പ്രധാന ഒരു വിഷയം, അതായത് നിങ്ങളുടെ വോട്ട് ഇവിടെ തട്ടിയെടുക്കപ്പെടുന്നു അല്ലെങ്കിൽ വോട്ട് ചേർക്കപ്പെടുന്നു, നിങ്ങളുടെ വോട്ട് നിശ്ചയിക്കപ്പെടുന്നു തുടങ്ങിയുള്ള ഒരു ഗൗരവമായ വിഷയം നമ്മുടെ സമുദായർക്ക് ഏഷ്യയില്ല എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഏഷ്യുന്നില്ല എന്നുള്ളത് അതിനേക്കാൾ ഉപരിയായിട്ടായിരിക്കും പോപ്പുലിസ്റ്റ് മെഷേഴ്സ് എന്ന കാലത്ത് വർക്ക് ചെയ്യുന്നത്. 10,000 രൂപ നമുക്ക് എത്തുന്നതിനേക്കാൾ ഉപരിയായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മുന്നിലുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇലക്ഷൻ അവസാനിപ്പിച്ച് പോകുകയെന്നുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ SIRൻ്റെ കാര്യം മാത്രമല്ല, അതിപ്പോൾ ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി തന്നെ പ്രസംഗത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം സൂചിപ്പിക്കുന്ന കാര്യം SIR എല്ലാ സംസ്ഥാനങ്ങളും ഗൗരവമായിട്ട് നടപ്പാക്കും എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട SIR മാത്രമല്ല, ഈ 10,000 രൂപ കൊടുക്കുന്നതന്നെ ഒരു സാധാരണ ഇലക്ഷൻ കമ്മീഷൻ ഓട്ടോണമസ് ആയ ഒരു എൻറ്റിറ്റി ആയിരുന്നെങ്കിൽ, സ്വതന്ത്രമായി തീരുമാനിക്കുന്ന ബോഡിയാണെങ്കിൽ അത് വിലക്കേർപ്പെടുത്തിയ ചരിത്രമുണ്ട്. ഇപ്പോൾ TN ശേഷം ആൾക്കാരൊക്കെ എത്ര വിലക്കേർപ്പെടുത്തിയ ചരിത്രമുള്ളത്, അതിന് പകരം അത് അനുകൂലമായിരുന്നു. അപ്പോൾ ഇത്തരം എല്ലാ ഫാക്ടേഴ്സ് അപ്പോൾ ഇവരുടെ ഇലക്ഷൻ മാനിപ്പുലേഷൻ സ്ട്രാറ്റജി, ഇലക്ഷൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി, അതുപോലെ തന്നെ അപ്പോൾ അതിനോടൊക്കെ തന്നെ ഒരു നേരിടാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സംവിധാനം അതിൻ്റെ അകത്തുള്ള. പിന്നെ ഇതൊക്കെ തന്നെയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പറയാം RJDക്കാണ് കൂടുതൽ വോട്ട് ഷെയർ എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ല ഇന്ത്യയിൽ നിൽക്കുന്നുള്ളത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം. പക്ഷേ മുന്നണിയെ മത്സരിക്കുമ്പോൾ ഒരു കാര്യം കൂടി അതിൻ്റെ അകത്ത് BJP ഈ നിതീഷ് കുമാറിനപ്പുറം ഒരു രാഷ്ട്രീയം കാണുമ്പോഴും
നിതീഷ് കുമാറായിട്ടുള്ള RJDയുടെ ബന്ധം പോലെയല്ല BJPയുടെ ബന്ധം. നിതീഷ് കുമാറെ നിലനിർത്തിക്കൊണ്ട് BJPയോട് വളരാൻ ശ്രമിച്ചത് വളരെ ആസൂത്രിതമായിട്ട് വളരെ വൃത്തിയായിട്ട് ഒരു ചെയ്ത കാര്യമാണ്. ഇത് RJDക്കും കോൺഗ്രസും പറ്റാത്ത കാര്യമാണ്. കാര്യം നിതീഷ് കുമാറിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് പറയാം, എല്ലാവർക്കും പറയാം, മുഖ്യമന്ത്രി സ്ഥാനം മാത്രം ആഗ്രഹിച്ച് നടക്കുന്നതാണ് അതിനുവേണ്ടി. പക്ഷേ ഒരു തരത്തിൽ ഇന്ത്യയുടെ തലപ്പത്തേക്ക് വരെ അതിൽ ആഗ്രഹിച്ചു. ആ സമയത്തിൽ തന്നെ വേണ്ട പോലെ ലിസൺ ചെയ്യാതെ അദ്ദേഹത്തെ BJP അദ്ദേഹത്തെ നന്നായി മാനേജ് ചെയ്തു. ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അർഹിക്കുന്ന ബഹുമാനം കൊടുത്തുകൊണ്ട് അവിടെ നിർത്തിയ കോയിലിഷൻ നന്നായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചപ്പോൾ BJPയുടെ ഇലക്ട്രൽ സ്ട്രാറ്റജി, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അവരെ താഴെത്തട്ടുള്ള വർക്കിംഗ് സ്ട്രാറ്റജി, ഒപ്പം തന്നെ ഈ മാനിപ്പുലേറ്റീവായിട്ടുള്ള രാഷ്ട്രീയം, ഒപ്പം തന്നെ അവരുടെ ഭരണാധികാരമുണ്ടെന്ന് നമ്മളൊരു യാഥാർത്ഥ്യങ്ങൾ കാണണം. BJPയുടെ മുമ്പിൽ സമഗ്രമായിട്ടുള്ള ഭരണാധികാരമുണ്ട്. അത് നിസ്സാരമായ ഭരണാധികാരമല്ല. കേന്ദ്രത്തിൻ്റെ ഭരണാധികാരം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനെ പുറത്തും അവർക്ക് അവരുടെ അധികാരം, ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. BJPയുടെ കാലത്ത് നല്ല പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ്റെ പുറത്തൊക്കെ അധികാരം ഉണ്ടായിരുന്നു, കോടതിയുടെ പുറത്ത് അധികാരം ഉണ്ടായിരുന്നു, കോടതിയുടെ അധികാരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനോട് എങ്ങനെ ഫലപ്രദമായി വർക്ക് ചെയ്യണം എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഒരു പ്രോജക്റ്റ് പ്രതിപക്ഷത്തിന് ഇല്ല എന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഇല്ലാത്ത സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ നമ്മൾ എത്രയും ആദരവോടെ കാണുമ്പോഴും രാഹുൽ ഗാന്ധി ഇവർക്കൊരു മാച്ചായ പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ള നമ്മൾ യാഥാർത്ഥ്യം മുമ്പിലുണ്ട്. അതായത് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവില്ലാത്തതൊന്നുമല്ല. അദ്ദേഹം വളരെ കഴിവുള്ള ആളാണ്, വളരെ അക്കാഡമിക്കായിട്ട് പൊളിറ്റിക്സിനെ കാണുന്നതാണ്. അദ്ദേഹം റിപ്രസൻറ്റ് പക്ഷെ നമ്മൾ മുമ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ പ്രതിദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയം പ്രതിദാനം ചെയ്യുന്ന നരേന്ദ്രമോദിയെ പോലെ, അമിത്ഷായെ പോലുള്ള വളരെ എന്താ പറയുക ഒരു രാഷ്ട്രീയത്തെ ആ രീതിയിൽ കാണുകയും പ്രവർത്തിക്കുകയും വളരെ സൂക്ഷ്മമായിട്ട് ഭാവിയെക്കുറിച്ച് കാണുകയും ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലായി ഈ ബീഹാർ ഇലക്ഷനിൻ്റെ സമയത്തും സൂക്ഷ്മതലങ്ങൾ മൈക്രോ മാനേജ് ചെയ്ത ആളാണ്. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയാണ് എല്ലാ ഇലക്ഷനും, ഹരിയാന ആയിക്കോട്ടെ ഡൽഹി ആയിക്കോട്ടെ അവസാനം അത്രയും സൂക്ഷ്മതലത്തിൽ മൈക്രോ മാനേജ് ചെയ്യുന്നൊരു അത്രയും വിദഗ്ധനായിട്ട് ഇലക്ട്രൽ സ്ട്രാറ്റജിസ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ നേരിടുന്ന സമയത്ത് നമ്മുടെ നേതൃത്വപരമായിട്ട് ഒരു അഭാവമുണ്ട്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലാലു പ്രസാദ് യാദവിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ് തേജസ്വി യാദവ് നോക്കുന്നത്. പക്ഷേ ലാലു പ്രസാദ് യാദവ് വളരെ മൊബിലൈസ് ചെയ്തുണ്ടാക്കിയ, അതായത് അടിയന്തരാവസ്ഥ കാലം മുതൽ നിരന്തരമായ പ്രവർത്തനങ്ങൾ മൊബിലൈസ് ചെയ്യുന്ന ഈ കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും സഹായിച്ചു. പക്ഷേ തേജസ്വി യാദവ് അതിന് ഇൻഹെറിറ്റ് ചെയ്ത പൊളിറ്റിക്സ് എപ്പോഴും അതിന് വേണ്ട പോലെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാവും. ഇൻഹെറിറ്റൻസ് എപ്പോഴും പലപ്പോഴും അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലും, അല്ലെങ്കിൽ അതൊരു ഇൻഹെറിറ്റൻസ് ആണ്, അതിൻ്റെ അകത്തൊരു അധ്വാനമില്ല. ആ അധ്വാനമില്ലായ്മയുടെ ലക്ഷണവും ഇതിൻ്റെ അകത്ത് പ്രകടമാണെന്നാണ് എൻ്റെ തോന്നൽ. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ KP നൗഷാദ് അലി, നിങ്ങൾക്ക് അവിടെ തുടക്കത്തിലെ പാളിയിരുന്നു എന്നൊരു വിമർശനമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല. സീറ്റ് തർക്കത്തിന്റെ പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. ആസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. അപ്പോൾ ഏകോപനമില്ലായിരുന്നു, പരസ്പരം പതിനെടുത്ത് മത്സരിക്കുന്നു. ഈ തരത്തിൽ ഛിന്ന ഭിന്നമായി വോട്ട് ചോദിക്കാൻ പോകുന്നതും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്, ഈ രൂപത്തിലാണ്. മറിച്ച് അപ്പുറത്താകട്ടെ നിതീഷും ആയുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പരിഹരിക്കുന്നു. നിതീഷിന് കൂടുതൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തപ്പോൾ അത് BJP പരിഹരിക്കുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ചാണ് എന്ന തോന്നലുണ്ടാക്കുന്നു. ആ നിലയ്ക്ക് വലിയ വിജയം നേടുന്നു. ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മഹാഗഠബന്ധൻ കണ്ടുപഠിക്കേണ്ടതല്ലേ ഇന്ത്യയിൽ നിന്നും? ബാക്കി വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ, ഈ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അല്ല, പിന്നെ സ്മൃതി, അങ്ങനെയൊക്കെയുള്ള ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു ഡസനടുത്ത മണ്ഡലങ്ങളിലൊക്കെ സൗഹൃദ മത്സരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടാകേണ്ടിയിരുന്നൊരു തിരിച്ചടിയേക്കാൾ വളരെ വ്യാപ്തിയും ആഴവുമുള്ളൊരു തിരിച്ചടിയാണ് അവിടെ മഹാഗഠബന്ധൻ നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നമ്മളുടെ ഒരു യുക്തിക്ക് നിരക്കാത്തതായി മാറുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ ജനങ്ങൾ കായികമായി കൈകാര്യം ചെയ്ത് ഓടിച്ചുവിട്ട സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. ബ്ലൂ പ്രിന്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വേറെ എന്തൊക്കെയോ മറുപടി പറഞ്ഞ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു പണ്ടത്തെ ചാക്കീരി പാസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പരീക്ഷ എഴുതിയ ആളുകളൊക്കെ വിജയിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. അതിന് സമാനമായിട്ട് ഈ പറഞ്ഞ NDA ടിക്കറ്റിൽ മത്സരിച്ച ആളുകൾ മുഴുവൻ വിജയിച്ചു വരുന്നൊരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഈ 30-ലധികം സീറ്റുകൾ മഹാഗഠബന്ധന് കിട്ടിയത് എന്നുള്ളതാണ് എൻ്റെ ഒരു അത്ഭുതം. ഏതായാലും ഇവരിങ്ങനെയൊക്കെ തൂത്തു തുടച്ച് പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയാണ്. അത് ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ബീഹാറിൻ്റെ ജനമുന്നേറ്റത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നു. സുശാസൻ ബാബു എന്നാണ് ഈ നിതീഷ് കുമാറിനെ വിളിക്കുന്നത് എന്നാണ് ഇവിടെ നേരത്തെ അരുൺ ലക്ഷ്മൺ പറഞ്ഞത്. അദ്ദേഹത്തെ പെൽട്ടി ചാച്ച
എന്നാ വിളിക്കുന്നത്. കാരണം ഇവിടെ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണിക്ക് രൂപം കൊടുത്തത് അദ്ദേഹമാണ്. അദ്ദേഹം ഉറങ്ങിക്കിടന്നിരുന്ന ആളുകളെയൊക്കെ വിളിച്ചുണർത്തി പിന്നെ ബോധവാന്മാരാക്കി ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി. അതൊന്ന് നീറ്റിലിറങ്ങുന്ന സമയമായപ്പോൾ നേരെ കൂറുമാറി അപ്പുറത്തേക്ക് പോയി. അങ്ങനെ നിരവധി തവണ അദ്ദേഹം ഇത്തരത്തിൽ കൂറുമാറ്റങ്ങളുടെ പരമ്പരകൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസ്യതയുമില്ലാത്ത ഇത്തരം അവിശ്വസനീയമായ നീക്കങ്ങൾക്ക് പേരുകേട്ട അനിശ്ചിതത്വമുള്ള ഒരു നേതാവാണ്. പക്ഷേ ഇതിലെ മുന്നണി മാറ്റത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാം. പക്ഷേ ബീഹാർ ജനത പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അല്ല, ഇതിൽ ബീഹാർ ജനത പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുന്ന ജനത എന്ന് പറയുമ്പോൾ ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ തെരഞ്ഞെടുപ്പ് വിജയം പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഞാൻ ഈ തട്ടിപ്പ് നടക്കാത്ത ഇടങ്ങളിൽ ഇപ്പോൾ രാജസ്ഥാൻ മുതൽ തെലങ്കാന വരെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെയുള്ള ജനങ്ങളുടെ വികാരവും ചില ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇത്തരത്തിലുള്ളൊരു മാസായ തട്ടിപ്പിന് BJP ഒരുങ്ങിയിട്ടുണ്ടാവില്ല. കാരണം അതൊന്നും അവരെ സംബന്ധിച്ചൊരു കൺസേൺ അല്ലാത്തതുകൊണ്ടാണ്. ഏതായാലും ഇത്തരത്തിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ രാജ്യത്തെക്കുറിച്ച് വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, മതേതര രാജ്യം, ഒരു സുശക്തമായ ഭരണഘടനയുടെ കീഴിൽ കൃത്യമായി ഏകോപിപ്പിക്കപ്പെട്ടു പോകുന്ന രാജ്യം, ഇങ്ങനെയൊക്കെയുള്ള നാനാത്വങ്ങളിൽ ഏകത്വം, ഇതൊക്കെ പഴങ്കഥയായി മാറുകയാണ്. ഇവിടെ ഇത്തരത്തിലൊക്കെയാണ് ഇതൊക്കെ പുരോഗമിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തും എന്നാണ് ചിലരുടെ ഭാവം. പക്ഷേ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നത് വിഷയമാണല്ലോ. നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതിലും വളരെ നിസ്സംഗമായി തന്നെയുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടുമില്ല. മറ്റു ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് വരുന്നത്. ഞാൻ ശ്രീ ശിവദാസിലേക്ക് പോകുന്നു. ശ്രീ ശിവദാസ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഈ മഹാഗഡ്ബന്ധനിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ? അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM-ന് ഇപ്പോൾ പറയുന്ന ഈ SIR-മായി ബന്ധപ്പെട്ട SIR ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, വോട്ട് ചോരിയുടെ അടുത്ത ഘട്ടമാണ് SIR എന്നാണ്, കടത്തിയാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം CPM-നുണ്ടെന്നൊരു വിഷയമുണ്ട്. എങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ എല്ലാവരും വീണിരിക്കുകയാണ്. ഇതിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ചയാക്കി കൊണ്ടുവരാതിരിക്കുന്നതിന് BJPക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. തൊഴിലില്ലായ്മയുടെ വിലക്കയറ്റത്തിൻ്റെ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ബഹുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിന് BJPയുടെ പ്രചരണ ടാക്ടിക്സ് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ BJPക്ക് കൊടുത്തിട്ടുള്ള നിർലോഭമായിട്ടുള്ള പിന്തുണയും അതോടൊപ്പം അവർക്ക് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടുള്ള അട്ടിമറികളും തെരഞ്ഞെടുപ്പ് വിജയത്തിന് BJPയെ സഹായിച്ചു. ഇതിനൊപ്പം തന്നെ നാം കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത്, ഇവിടെ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ള ആളുകളിൽ ചിലരുൾപ്പെടെ ജംഗിൾ രാജ് എന്ന് പറഞ്ഞിട്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. BJP നിരന്തരം ലാലു പ്രസാദ് യാദവിനെയും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെയും ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ മറ്റൊന്നുകൂടി നാം ഓർമ്മിക്കണം, അത് ഇന്ത്യയിൽ BJPക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ലാലു പ്രസാദ് യാദവ് എന്നുള്ളതാണ്. ബാബരി മസ്ജിദിൻ്റെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കങ്ങളുമായിട്ട് BJP RSS നേതൃത്വം പോയപ്പോൾ രഥയാത്രയെ ബീഹാറിൻ്റെ മണ്ണിൽ തടഞ്ഞത് ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന അന്നത്തെ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ളത് വിസ്മരിക്കരുത്. ഇനി 7 വർഷകാലമാണ് ലാലു പ്രസാദ് യാദവ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത്. 20 വർഷകാലത്തോളം നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നു. 7 വർഷകാലം മുഖ്യമന്ത്രിയായിട്ടുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ മുകളിൽ ബീഹാറിൻ്റെ അവികസനത്തിന് പിന്നോട്ട് പോക്കിനുള്ള എല്ലാ കുറ്റങ്ങളും ചുമത്തുകയും 20 വർഷകാലം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിനെ പുണ്യാളനായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഗുണ്ടകളുടെ ഭീഷണി, ഗുണ്ടകൾ തെരുവിലിറങ്ങുക, യാദവരെ പിന്തുണയ്ക്കുന്ന ഗുണ്ടകൾ തെരുവിലിറങ്ങി സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുക, അതാണ് ഈ ജംഗിൾ രാജ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് ആവർത്തിച്ച് BJP പറയുകയും ചെയ്തിരിക്കുന്നത്. അതിലേക്ക് പോകില്ല എന്ന്. ജംഗിൾ രാജ് എന്നുള്ളത് കാട്ടിലെ ഭരണം, ജംഗിൾ രാജ്. ആ ജംഗിൾ രാജ് എന്നുള്ളത് BJP ആവർത്തിച്ച് പറയുന്നത് അവരുടെ ഇന്നത്തെ സഖ്യകക്ഷിയായിട്ടുള്ള നിതീഷ് കുമാർ ഉൾപ്പെടെ ചേർന്നാണ് ലാലു പ്രസാദ് യാദവ് അവിടെ ഭരണത്തിൽ ഇരുന്നിട്ടുള്ളത് എന്നുള്ളതുകൂടി വിസ്മരിക്കരുത്. 7 വർഷകാലമാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണം ഉണ്ടായത് എന്നുള്ള, ലാലു പ്രസാദ് യാദവ് നേരിട്ട് മുഖ്യമന്ത്രിയായിരുന്നത് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ലാലു പ്രസാദ് യാദവ് BJPക്കെതിരായിട്ട് എക്കാലത്തും കൃത്യതയാർന്നിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ്. ബീഹാറിൻ്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ ഇരുന്നിട്ടുള്ള കോൺഗ്രസ്സാണ്.
ആ കോൺഗ്രസ് BJP അവിടെ പിന്നോക്കാവസ്ഥക്ക് കാരണമായിട്ടുള്ള പല നടപടികൾ എടുത്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യവുമാണ്. BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീഹാറിനെ മതനിരപേക്ഷതയുടെ വലിയ ഒരു കളിത്തൊട്ടിലാണ് ബീഹാർ. ആ ബീഹാറിനെ വർഗീയമായി വിഭജിക്കുക, അവിടെ മതപരമായ വിഭജനം ഉണ്ടാക്കിയിട്ടുള്ള അതിൽ നിന്ന് എങ്ങനെ നേട്ടം കൊയ്യാമെന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. അതിനുവേണ്ടി അവരുടെ ഒരു ടൂളാണ് നിതീഷ് കുമാർ. അതിനപ്പുറത്ത് അവർക്ക് മറ്റൊന്നുമല്ല. നിതീഷ് കുമാറിനെ അവർ മുന്നിൽ നിർത്തുന്നു. RSSും BJPയും ചേർന്ന് BJPയുടെ രാഷ്ട്രീയ അജണ്ട അവിടെ ബീഹാറിൽ സെറ്റ് ചെയ്യുന്നു. നിതീഷ് കുമാറിനെ അവർ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ എടുത്തു മാറ്റുകയും ഇപ്പോൾ വച്ചിരിക്കുന്ന ആ ഒരു പൂവെന്നുള്ളത് പോലെ വെച്ചിരിക്കുന്ന നിതീഷ് കുമാറിനെ നുള്ളി മാറ്റുകയും പൂർണ്ണമായും BJPയുടെ ആധിപത്യത്തിലേക്ക് ബീഹാറിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ശിവസേന എന്ന പാർട്ടിയെ പോലും അവർ മഹാരാഷ്ട്രയിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയിട്ടുണ്ട്. BJPയോടൊപ്പം ചേർന്നിട്ടുള്ള ഓരോ പാർട്ടിയെയും അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന പക്ഷേ നിലവിൽ JDU-ന് ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലല്ലോ ബിജു പട്നായിക്കിന്റെ ശ്രീ ശിവദാസൻ. ഇപ്പോൾ അതിന് ഒരു അടിസ്ഥാനമില്ല. കാരണം കേന്ദ്രത്തിൽ JDU-ന് പിന്തുണ വേണം, നിതീഷ് കുമാറിന്റെ പിന്തുണ വേണം. ഇവിടെ നിതീഷ് കുമാർ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. നിതീഷ് കുമാർ തൽക്കാലമെങ്കിലും നിതീഷ് കുമാറിന്റെ പാർട്ടിയെ BJP വിഴുങ്ങാൻ പോകുന്നു. നിതീഷ് കുമാറിന്റെ പാർട്ടിയെ BJP വിഴുങ്ങാൻ പോകുന്ന പാർട്ടിയാണ്. നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ ഉൾപ്പെടെ BJPയുടെ RSSന്റെ ആളുകൾ നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. നിതീഷ് കുമാറിന്റെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ RSS നേതൃത്വം, BJP നേതൃത്വമാണ്. കാരണം നിതീഷ് കുമാർ എന്നുള്ളത് ഇപ്പോൾ അവിടെ പിന്നെ ചില വീടുകൾക്കൊക്കെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള ചിത്രങ്ങൾ പോലെ കെട്ടിത്തൂക്കിയിട്ടുള്ള ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പങ്കുവഹിക്കാൻ ഇനി അങ്ങോട്ടുള്ള കാലത്ത് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രമേൽ കെട്ടിയിടപ്പെട്ട ഒരാളായിട്ട് നിതീഷ് കുമാർ നിൽക്കുന്നു. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലെ MP-മാർ MLA-മാർ ആ നിതീഷ് കുമാറിനേക്കാളേറെ കൂറും ഭക്തിയും കാണിക്കുക നരേന്ദ്രമോദിയോടും നരേന്ദ്രമോദിയുടെ പാർട്ടിയോടുമാണ്. കാരണം അവരെയൊക്കെ IT-യും ED-യും ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കെട്ടിയിടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ RSSന്റെ BJPയുടെ രാഷ്ട്രീയ അജണ്ട ബീഹാർ എന്ന് പറയുന്ന മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരകേന്ദ്രങ്ങളിലൊന്നായിരുന്നിട്ടുള്ള ഭൂമികയിൽ അവർ ആഴത്തിൽ വേരോടിക്കാൻ നോക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ചിത്രമാണ്. ആത്മവിശ്വാസത്തോടെ BJP പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ഇപ്പോഴേ തുടങ്ങുമെന്നുള്ള കാര്യം വ്യക്തമാണ്. നിങ്ങൾ ഇനി എന്താണ് ചെയ്യുന്നത്? എന്താണ് മഹാഗഠബന്ധൻ? എന്താണ് ഇന്ത്യ മുന്നണിയുടെ മുന്നിലെ അടുത്ത ലക്ഷ്യം, അടുത്ത പരിപാടി എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആത്മവിമർശനം എത്രത്തോളം നടത്തുന്നു എന്നുള്ളതും അറിയേണ്ടതുണ്ട്. വളരെ നന്ദി KP നൌഷാദ് അലി, ഡോക്ടർ V ശിവദാസൻ, ദാമോദർ പ്രസാദ്, അരുൺ ലക്ഷ്മൺ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.